നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കീം 2025 നമുക്കറിയാം. കീം കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. PCM ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. മാത്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. കഴിഞ്ഞ 2 കൊല്ലത്തെ മാത്സ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കഴിഞ്ഞ 2 കൊല്ലത്തെ മാത്സ് നല്ല ടഫായിരുന്നു. ഫിസിക്സ് ന്യൂമറിക്കൽസ് ആയിട്ട് അത്യാവശ്യം ടഫ് തന്നെയാണ്. നിങ്ങൾ ചോദിക്കും ഏതാ എളുപ്പമെന്ന് ചോദിച്ചാൽ കെമിസ്ട്രി വലിയ കുഴപ്പമില്ലാത്ത പാറ്റേണിലാണ് കെമിസ്ട്രി ചോദിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഒരു 25 ദിവസം എന്ന് വിചാരിക്കുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി ടൈമിലൂടെ വരാം. 25 ദിവസം അതിനകത്ത് 10 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിച്ചാൽ 25 × 10 എന്ന് പറഞ്ഞാൽ 250 മണിക്കൂറാണ്. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം കീ. ഇനി നിങ്ങളത് 12 മണിക്കൂറോ 13 മണിക്കൂറോ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കിട്ടും എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മളൊക്കെ ഓരോ സബ്ജക്റ്റിൽ നിന്നും 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അത് മതി. കീം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പേടിപ്പിക്കുന്ന പോലെ ഞെട്ടിപ്പിക്കുന്ന പോലുള്ള സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. നമ്മൾ നല്ല അടിപൊളി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ സിമ്പിൾ ഹമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കീ. ക്രാക്ക് ചെയ്യാം. അത് കിട്ടുന്ന ഗുണങ്ങളാണ് നിങ്ങളെ ഞെട്ടിക്കുന്ന. എപ്പോഴും ഏറ്റവും ടോപ്പ് കോളേജിൽ, ഗവൺമെൻറ് കോളേജ് ആയിക്കോട്ടെ, എയ്ഡഡിലെ ടോപ്പ് കോളേജ് ആയിക്കോട്ടെ, ആ കോളേജിൽ നമുക്ക് നല്ല ടോപ്പായിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അത് നിസ്സാര കാര്യമല്ല. അന്നേരം മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും. അന്നേരം ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ, 25 ദിവസം കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ മാഷൊക്കെ എൻ്റെ കൂട്ടത്തിൽ നിൽക്കാം. നിങ്ങൾക്കൊക്കെ നമ്മുടെ പാർട്ടിസിൽ ജോയിൻ ചെയ്യുക. പറഞ്ഞ പോലെ വലിയ ഫീസ് ഒന്നുമില്ല, വളരെ പരിമിതമായ ഫീസേ ഉള്ളൂ. 2 ബുക്ക് മേടിക്കുന്ന പൈസയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് പഠിച്ച് മുന്നോട്ട് പോകാം. അന്നേരം കീം എല്ലാവർക്കും കിട്ടട്ടെ. ഈ പറഞ്ഞ പോലെ 250 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടുള്ളവർ തുരിഞ്ഞറിയുകയുള്ളൂ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അന്നേരം ഒരു ബൂസ്റ്റപ്പായിട്ടൊക്കെ നിങ്ങൾ എഴുതുക കീം. അല്ല, കീം കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ളതൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും എഴുതിയെടുക്കാം. അന്നേരം എല്ലാവർക്കും എഴുതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.